നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിന്റെ ദശാഫലങ്ങള്, അത് കടന്നു പോകുന്ന വഴികള്, ആ സമയത്ത് ഏതൊക്കെ ദേവതകളെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, ഏതൊക്കെ ചെയ്യാവുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ക്ഷേത്രത്തിലാണ് നിങ്ങൾ അതിന് പൂജകൾ ചെയ്യേണ്ടത്, ആ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ മാറാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. കാർത്തിക നാളെന്ന് പറഞ്ഞാല് കാർത്തിക, ഉത്രം, ഉത്രാടം ഇങ്ങനെ 3 നക്ഷത്രമാണ്. ആ കാർത്തിക നക്ഷത്രത്തിന്റെ അനുജന്മ നക്ഷത്രങ്ങളാണ് ഉത്രവും ഉത്രാടവും. സുബ്രഹ്മണ്യ സ്വാമിയുടെ നക്ഷത്രമായിട്ടാണ് ഇത് വിവക്ഷിക്കുന്നത്. ഈ നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് അഗ്നിയാണ്. നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പൊ ഇത് ജനിക്കുന്നത്, കാർത്തിക നക്ഷത്രം ജനിക്കുന്നത് തന്നെ ആദിത്യ ദശയിലാണ്. അപ്പം ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ ജന്മദശ എപ്പോഴും ഏറിയും കുറഞ്ഞും ഇരിക്കും. കാരണം പാദ വ്യത്യാസം അനുസരിച്ച് ദൈർഘ്യം കൂടിയും കുറഞ്ഞും ഇരിക്കും. ഒന്നാം പാദം, രണ്ടാം പാദം, മൂന്നാം പാദം, നാലാം പാദം, ഇങ്ങനെ 4 പാദങ്ങളായിട്ടാണ് ഒരു നക്ഷത്രത്തിനെ വിവക്ഷിക്കുന്നത്. ഒന്നാം പാദം ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ ദശ പൂർണ്ണമായും 6 വർഷം തന്നെ ലഭിക്കും. പാദം മാറി മാറി നീങ്ങി നീങ്ങി പോവുകയാണെങ്കിൽ ആദ്യത്തെ ജന്മദശ കുറഞ്ഞു 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 വരും. 6 വർഷം എന്നുള്ളത് ഇപ്പം 4ാമത്തെ പാദമാണെങ്കിൽ ഒരു 1.5 വർഷം 2 വർഷം അടുത്ത് മാത്രമേ കിട്ടാനുള്ള കാരണം. അതായത് അങ്ങനെയാണത്. ആദ്യ ദശ എപ്പോഴും ഏറിയും കുറഞ്ഞു ഇരിക്കും പാദ വ്യത്യാസം മൂലം. ബാക്കിയുള്ള ദശകളെല്ലാം തന്നെ സെയിം ആ വർഷങ്ങൾ തന്നെ അനുഭവിക്കേണ്ടതായും വരും. എത്ര വർഷമാണ് ഇപ്പം ശനിദശ എത്രയാണ്, ശുക്രദശ എത്രയാണ്, അങ്ങനെ ആ ദശകളൊക്കെയും പൂർണ്ണമായും തന്നെ അനുഭവിക്കേണ്ടതായി വരും. ഈ ജന്മദശയ്ക്ക് മാത്രമേ മാറ്റം വരികയുള്ളൂ. അത് പാദവ്യത്യാസം വെച്ചാണ് നമ്മൾ കണക്കാക്കുന്നത്. നാഴിക, വിനാഴിക. മിക്കവാറും ഒരു നക്ഷത്രം 24 മണിക്കൂറാണ് വിവക്ഷിക്കുന്നത്. 60 വിനാഴിക അങ്ങനെയാണ് വിവക്ഷിക്കുന്നത്. 24 മണിക്കൂർ. അതായത് ചിലപ്പോൾ ഒരു നാൾ തന്നെ 2 ദിവസം കാണുമല്ലോ. കണ്ടിട്ടില്ല കലണ്ടറിലൊക്കെ ഒരു നാൾ തന്നെ 2 ദിവസം കാണും. ചിലപ്പോൾ 1.5 ദിവസമായിരിക്കാം നക്ഷത്രത്തിന്റെ പ്രഭാവം വരുന്നത്. അപ്പൊ അങ്ങനെ അത് ഉള്ളതുകൊണ്ട് ഏറിയും കുറഞ്ഞും തന്നെ ഇങ്ങനെ ഇരിക്കും. ഇപ്പം സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇതിന് ഈ കാർത്തിക നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടത്. സുബ്രഹ്മണ്യ കാർത്തിക കുമാരൻ. കാർത്തിക കുമാരൻ ഭഗവാന് പേരുണ്ട്. ശരവണൻ എന്നും പേരുണ്ട്. ശരവണപ്പൊയ്കയിൽ പിറന്നുകൊണ്ടാണ് ശരവണൻ എന്ന് പേര് നാമകരണം വന്നത്. കാർത്തിക ദേവിമാര് 7 പേര് സപ്തമാതാക്കളാണ് ഭഗവാനെ വളർത്തിയത്. സപ്തമാതാക്കളാണ് ഈ സുബ്രഹ്മണ്യ സ്വാമിയെ വളർത്തിയത്. കാർത്തിക വിളക്കിന്റെ പ്രാധാന്യം അതുകൊണ്ടാണ്. കാർത്തിക കുമാരൻ അങ്ങനെയാണ് ഭഗവാന് പേര് വന്നത്. സപ്തമാതാക്കളാണെങ്കിലും 6 ദേവിമാരാണ് ഇതിനെ വളർത്തുന്നത്, ഈ ഭഗവാനെ വളർത്തുന്നത്. അതുകൊണ്ടാണ് അറുമുഖൻ എന്നുള്ള പേരും ഭഗവാന് വന്നത്, അറുമുഖൻ. അപ്പം അതാണ് അതിന്റെ ഒരു പൊരുള്. ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ആദ്യ ദശ എന്ന് പറയുന്നത് ആദിത്യ ദശയാണ്. അത് 6 വർഷമാണ്. അപ്പൊ ഞാൻ മുൻപ് സൂചിപ്പിച്ചല്ലോ, ഈ പാദവ്യത്യാസം അനുസരിച്ച് ദശാകാലം ഏറിയും കുറഞ്ഞു ഇരിക്കും. അത് വിശദമായി നിങ്ങൾ അറിയണമെങ്കിൽ ഒരു ജ്യോതിഷനെ കൊണ്ട് നോക്കിക്കുകയോ ജ്യോതിഷിയെ കൊണ്ട് നോക്കിക്കുകയോ ചെയ്യേണ്ടതാണ്. അത് ഈ തരുണത്തിൽ അത് വെളിവാക്കാൻ സാധ്യമല്ല. കാരണം സംസാരിക്കുമല്ലേ. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് വെളിവാക്കുവാനായിട്ട് സാധ്യമല്ല. ആദ്യത്തെ ദശയിലാണ് ജനിക്കുന്നത്. അപ്പം ഇവര് ആദ്യത്തെ ദശ എന്ന് പറഞ്ഞാൽ കുറച്ച് താപവും ചൂടും കോപവും എല്ലാം ഉള്ളൊരു ഗ്രഹമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ഈ ലോകത്തിന്റെ ഊർജത്തിന്റെ ഉറവിടമാണ് ആദിത്യൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്രൈറ്റ്നെസ് ഇവരുടെ ജന്മകാലത്തുണ്ടാകും. വീട്ടിലെ ഭവനത്തിൽ എല്ലാവർക്കും അതിൻ്റെതായ അനുഗ്രഹങ്ങളും, അല്ലെങ്കിൽ മുടങ്ങിപ്പോയ പദ്ധതികൾ പുനരാരംഭിക്കാനും, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക്, മക്കൾക്കല്ലല്ലോ, കൊച്ചു കുട്ടികൾ ജനിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഭാവം വരുന്നത് മാതാപിതാക്കൾക്കാണ്. ഒരു കുഞ്ഞല്ലേ. പക്ഷെ എന്നാലും അവർക്ക് ആ ബാലാരിഷ്ടതകൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മിക്കവാറും ഇവരുടെ മാതാപിതാക്കള് ശൈഥില്യമായ ഒരു ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. അസ്വാരസ്യങ്ങൾ മിക്കവാറും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. അപ്പൊ ഈ ആദിത്യ ദശയില് അതിന്റെ ദോഷവശങ്ങൾ തീരുവാനായിട്ട് ഓം ആദിത്യായ നമ എന്ന മന്ത്രം ജപിക്കാം, അല്ലെങ്കിൽ ആദിത്യ ഹൃദയ സ്തോത്ര മന്ത്രം ജപിക്കാം. ഈ മാതാപിതാക്കളെ, കുട്ടിയുടെ ഈ കാർത്തിക നക്ഷത്രമുള്ള ആദിത്യ ദശ ജനിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്ക് സൂര്യനെ നോക്കി രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആദിത്യനെ ഭജിക്കാവുന്നതാണ്. ആദിത്യ മന്ത്രം ജപിക്കാവുന്നതാണ്. ഓം ആദിത്യായ നമ എന്ന് ജപിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തില് ആദിത്യന് വേണ്ടിയുള്ള പൂജകൾ ചെയ്യുക. എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവാണ് സൂര്യൻ.
അപ്പം ആ സൂര്യനുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ വേണേൽ പൊങ്കാല അർപ്പിക്കാം. സൂര്യന് പായസ പൊങ്കാല അർപ്പിക്കാറുണ്ട് ആദിത്യന്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ആദിത്യ ദശയുടെ ദോഷവശങ്ങൾ മാറിക്കിട്ടാൻ വളരെ ഗുണപ്രദമാണ്. അടുത്ത ദശയെന്ന് പറയുന്നത് ചന്ദ്രദശയാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു തണുപ്പൻ ഗ്രഹമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പക്ഷെ തണുപ്പനാന്ന് പറയുന്നെങ്കിലും ഏറ്റവും വേഗത്തിൽ ഭ്രമണം പൂർത്തിയാക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് ഒരു തുടക്കം കിട്ടാൻ മാത്രമേ ഇവർക്കൊരു താമസം വരുള്ളൂ. അത് നമ്മളൊരു ഫോഴ്സിൽ ഇവരെ ചെയ്യൂ, അല്ലെങ്കിൽ അത് കാണിക്കൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ചന്ദ്രദശയിലെ കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യും. മിക്കവാറും ഈ കുട്ടി പഠിക്കുന്ന കാലഘട്ടമായിരിക്കും, അത് പഠനത്തിന്റെ ദശാകാലമായിരിക്കും. ഈ ചന്ദ്രദശ എന്ന് പറയുന്നത് 10 വർഷമാണ് ചന്ദ്രൻ. അപ്പൊ ആ പഠനത്തിനകത്ത് ഒരു മൗഢ്യം വരാനും ഒരു തണുപ്പും മട്ടും വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇവരുടെ പുറകെ നിന്ന് ഒന്ന് പഠിക്കുക എന്നുള്ളൊരു ഫോഴ്സ് കൊടുക്കേണ്ടതായി വരും, ഒരു ഉപദേശം. പിന്നെ അത് ചെയ്തോളും. അപ്പൊ അതിന്റെ ദശാകാലത്ത് കുഴപ്പമില്ലാതെ തന്നെ വരുന്നതാണ്. ആ ഗ്രഹത്തിന്റെ ദോഷശാന്തിക്കായിട്ട് ഓം ചന്ദ്രമാസേ നമ എന്ന് ജപിക്കാവുന്നതാണ്. ഓം ചന്ദ്രമാസേ നമ എന്ന് ജപിച്ചാല് ചന്ദ്രന്റെ ഗ്രഹദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ഈ ചന്ദ്രദശയ്ക്കുള്ള പൂജകൾ ചെയ്യാം, നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട്. പിന്നെ ഒരു പരമശിവനെ പ്രാർത്ഥിക്കാം, മഹാദേവിയെ പ്രാർത്ഥിക്കാം, അങ്ങനെ അല്ലെങ്കിൽ ശ്രീരാമ ഭഗവാനെ പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഈ ഗ്രഹദോഷ ശാന്തിക്കായിട്ട് അവർക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ദശാകാലം ഇവർക്ക് വരുന്ന ചൊവ്വാദശയാണ്. അപ്പൊ ചൊവ്വ പിഴ എന്നും പറയും, ചൊവ്വ പെര എന്നും പറയും. കാരണം ആ സമയത്ത് മിക്കവാറും ഇവർക്ക് ഗൃഹമില്ലാത്തവർക്കാണ് ഗൃഹനിർമ്മാണം നടക്കും, അല്ലെങ്കിൽ എന്തായാലും ഒരു മെയിൻ്റെനൻസ് പണിയെങ്കിലും നടക്കും, അല്ലെങ്കിൽ ഗൃഹത്തിന്റെ എന്തെങ്കിലും ഒരു പണി, അല്ലെങ്കിൽ ഒരു കിണറിന്റെ പണി, അല്ലെങ്കിൽ അങ്ങനെ വീടിന്റെ എന്തെങ്കിലും ഒരു പുരോഗമനപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചൊവ്വാദശയിൽ മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. എന്നാൽ ചൊവ്വ ഒരു ആഗ്നേയ ഗ്രഹമാണ്, ഒരു പാപഗ്രഹമായിട്ട് തന്നെ അതിനെ വിവക്ഷിക്കുന്നത്. ആ സമയത്ത് കുറച്ച് അല്ലലും അലച്ചിലും കുടുംബത്തിൽ മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഒരു കാലതാമസം നേരിടാനും ഒരു ധനസമ്പത്തിന് ഒരു ശകലം ഞെരുക്കങ്ങൾ വരാനും ഒക്കെ മാതാപിതാക്കൾക്ക് 7 വർഷമാണ് ചൊവ്വാദശ. അപ്പൊ ആ 7 വർഷം അവർക്ക് അതിൻ്റെതായ ഒരു ദോഷവശങ്ങളൊക്കെയും വരും. അതിന് ഓം കുജായ നമ എന്ന് ജപിക്കുന്നത് നല്ലതാണ്. ഓം കുജായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അവർക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജകളും കാര്യങ്ങളും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി, ഈ ദേവികളെയൊക്കെ ഇവർക്ക് ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്. ദേവിയമ്മയാണ് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പൊ ആ ദോഷവശങ്ങളൊക്കെ ഇവർക്ക് മാറിക്കിട്ടുന്നതാണ്. അടുത്ത ദശാകാലം എന്ന് പറയുന്നത് രാഹുർ ദശയാണ്. 18 വർഷമാണ് രാഹു. രാഹുർ എന്ന് പറഞ്ഞാൽ പാമ്പാണ്, പാമ്പിന്റെ പ്രഭാവം ഉള്ള ഒരു നക്ഷത്രമാണ്. ആ സമയത്ത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം അതായത് ആ സമയത്ത് ഇവർക്ക് നാഗദോഷം, സർപ്പദോഷം, അല്ലെങ്കിൽ സർപ്പദംശന ഏൽക്കുക, വിഷഭയം ഏൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ഞാൻ എടുത്തു പറയത്തക്ക ഒരു കാര്യം അതാണ്. അത് വളരെ സൂക്ഷിക്കണം ആ ഒരു 18 വർഷക്കാലം. നമ്മൾ നാഗങ്ങൾക്ക് 100 പാലും കൊടുക്കുക, അങ്ങനെ നാഗപൂജകൾ ചെയ്യുക, ആയില്യം പൂജ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് സർപ്പദോഷം അല്ലെങ്കിൽ നാഗദോഷത്തിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. പക്ഷെ എന്നിരുന്നാലും രാഹുർ ദശയിൽ എങ്ങനെയെങ്കിലും ഒരു എട്ടുകാലി കടിക്കുക, അല്ലെങ്കിൽ ഒരു പഴുതാരെങ്കിലും കടിച്ചാലും വിഷഭയത്തിന്റെ തുല്യം ഉള്ള കാര്യമായി. അപ്പം അങ്ങനെ സംഭവിക്കാം. അല്ല നാഗം തന്നെ നമ്മളെ സ്പർശിക്കണമെന്നോ അല്ലെ പാമ്പ് തന്നെ നമ്മളെ ഉപദ്രവിക്കണമെന്നും ഇല്ല. വിഷത്തിന്റെ ഒരു അംശം അവിടെ ഉണ്ടായാൽ അല്ലെങ്കിൽ ഈ കടന്നൽ കുത്തിയാൽ മതി. കടന്നലിലും വിഷമുണ്ടല്ലോ. അപ്പം ആ വിഷത്തിന്റെ എന്തെങ്കിലും ഒരു തേള്, കടന്നൽ, ഇതൊക്കെ വിഷമുള്ളതല്ലേ. അപ്പൊ അങ്ങനെ സംഭവിച്ചാലും ഈ ദോഷം മാറിക്കിട്ടുന്നതാണ്. അപ്പൊ ആ സമയത്ത് വളരെ സൂക്ഷിക്കണം. കാര്യം ഓം രാഹുവേ നമ എന്ന് ജപിക്കണം. രാഹുർ ദശയിലെ അല്ലലും അലച്ചിലും കഷ്ടപ്പാടും ഒക്കെ നല്ലതായിട്ടുണ്ടാകും കേട്ടോ. ഈ വ്യക്തിക്കും ഉണ്ടാകും, ഭവനത്തിലുള്ളവർക്കും ഉണ്ടാകും. അപ്പൊ രാഹു പ്രീതികരങ്ങളായ മന്ത്രങ്ങൾ ജപിക്കുകയും രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആയില്യത്തിന് അമ്പലത്തിൽ കൊണ്ടുപോയി മഞ്ഞൾ കൊടുക്കാം, നാഗങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് 100 പാലും കൊടുക്കാം, അല്ലെ പാമ്പുമേക്കാവിൽ പോയിട്ട് പുറ്റുമുട്ടയും കൊടുക്കാം, അല്ലെ മണ്ണാർശാലയിൽ പോയിട്ട് ആയില്യത്തിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഏതെല്ലാം നമുക്ക് നാഗങ്ങളെ പ്രീതികരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന വളരെ ഉചിതമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ദോഷവശങ്ങൾ മാറിക്കിട്ടും. അപ്പൊ ഈ രാഹുർ ദശ ദോഷങ്ങൾ മാറിയിട്ട് നിങ്ങൾക്ക് നന്മയായിട്ടുള്ള വശങ്ങൾ ഉണ്ടാകും. ഓം രാഹുവേ നമ എന്ന് നിങ്ങൾ ഈ തരുണത്തിൽ ജപിക്കുന്നതും നിങ്ങൾക്ക് വളരെ ശ്രേയസ്കരമാണ്. അപ്പൊ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഈ സമയത്ത് വിവാഹം നടക്കാനും താമസിച്ചു പോയ വിവാഹങ്ങൾ നടക്കാനും മുടങ്ങിയ വിവാഹങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ആലോചന വീണ്ടും വരാനും
അല്ലെങ്കിൽ മംഗളകാര്യങ്ങളും ഒക്കെയും ഗൃഹത്തിൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടവുമാണ് ഈ രാഹുർദശ. മൊത്തം അങ്ങ് ദുരിതവും ദുഃഖവും അല്ല. എന്നാൽ രാഹുദശയിൽ നന്മവശങ്ങൾ വരുമെന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അടുത്ത ദശാകാലം എന്ന് പറയുന്നത് വ്യാഴദശയാണ്. ഏറ്റവും നല്ല ശുഭമായ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വ്യാഴം. അപ്പൊ ആ വ്യാഴത്തിന്റെ ഈ രാഹുർ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെയും, ഈ 18 കൊല്ലം രാഹുർ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെയും വ്യാഴത്തിന് 16 വർഷമാണ് വ്യാഴം. അപ്പൊ ആ 16 വർഷം ആ ദശാകാലത്ത് അവർക്ക് നല്ലത് വരും. കാരണം ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും, സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകും. 30-35 വയസ്സ് കഴിയുന്ന ഒരു സമയമാണ് ഈ വ്യാഴദശ ഇവർക്കാകുമ്പോൾ. അപ്പം മിക്കവാറും ഒരു തൊഴിലിലൊക്കെ ഇവർ പ്രവേശിക്കുന്ന സമയമായിരിക്കും. ഒരു ഉദ്യോഗപരമായിട്ട് മുന്നേറുന്ന സമയമായിരിക്കും. അല്ലെങ്കിൽ ഇവർക്ക് പ്രമോഷൻ കിട്ടും, ഉദ്യോഗത്തിൽ പ്രമോഷൻ കിട്ടും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ഉന്നമനത്തിൽ വരും. അനുഭവിച്ച ഈ രാഹുർദശയിൽ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ ഈ വ്യാഴത്തിന്റെ അനുഗ്രഹം മൂലം അവർക്ക് ജോലി ലഭിക്കാത്തവരാണ് ജോലി ലഭിക്കും. ഒരു ഇന്റർവ്യൂ പാസ്സാകാത്തവരാണ് ഇന്റർവ്യൂ പാസ്സാകും. അല്ലെങ്കിൽ ഒരു എക്സാം ഒക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്നവരാണ് ആ പരീക്ഷയിൽ അവർക്ക് വിജയം നേരിടും. ഈ സമയത്ത് വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. വിവാഹം വൈകിപ്പോയവർക്ക് വിവാഹം ഉണ്ടാകാനും, അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുവാനും, എന്തായാലും ശുഭമായും മംഗളമായുമുള്ള വാർത്തകൾ കേൾക്കാനും, ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ സംഭവിക്കാനുമുള്ള ഏറ്റവും ഉചിതമായ ഒരു സമയമാണ് വ്യാഴദശ. മഹാവിഷ്ണുവിന്റെ ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ്. മഹാവിഷ്ണു അനുഗ്രഹിക്കുന്ന കൂടെ തന്നെ മഹാലക്ഷ്മി ദേവിയും കാണും. കാരണം വിഷ്ണു ഉള്ളിടത്തെല്ലാം മഹാലക്ഷ്മിയും കാണും. അപ്പം ധനധാന്യങ്ങള്, സാമ്പത്തിക പുരോഗതി, മംഗളകാര്യങ്ങൾ, ഐശ്വര്യകാര്യങ്ങള്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. മനസ്സിന് സുഖം, സാമ്പത്തിക സുഖം, മനസ്സുഖം, സന്തോഷം, സംതൃപ്തി, ദാമ്പത്യത്തില് സന്തോഷം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും, ബന്ധങ്ങളില് നല്ല ഊഷ്മളത, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് മംഗളവും ശുഭകരവുമായ വാർത്തകൾ കേൾക്കാനും, ശുഭകരമായ ഒരു സമാധാനപരമായ ഒരു ജീവിത അന്തരീക്ഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഈ വ്യാഴദശ. 16 വർഷം നിങ്ങൾക്ക് സന്തോഷത്തിന്റെ സമയമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങളുണ്ട്, സമ്പാദിച്ച് വെക്കാം. സാമ്പത്തികമായിട്ടൊരു സേവിങ് ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് നടത്താവുന്നതാണ്. എന്തായാലും ഈ സമയത്ത് മഹാവിഷ്ണുവിന്റെ പൂർണ്ണമായ അനുഗ്രഹം കിട്ടാൻ വേണ്ടി വിഷ്ണു ക്ഷേത്രം ദർശിക്കുക, മഹാവിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക, ഭഗവാന് തുളസിമാല സമർപ്പിക്കാം, ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഭഗവാന് തൃക്കൈവെണ്ണ കൊടുക്കാം, അല്ലെങ്കിൽ കദളിപ്പഴം നിവേദിക്കാം, മഞ്ഞപ്പട്ട് കൊടുക്കാം, താമരപ്പൂ കൊടുക്കാം. ഭഗവാന് ഇഷ്ടകരമായ കാര്യങ്ങളൊക്കെ ഭഗവാന് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ തരുണത്തിൽ. അപ്പൊ ഗുരുവായൂർ ക്ഷേത്ര ദർശനം വേണേൽ നടത്താം. നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് അവിടെ പോകാം, കൃഷ്ണക്ഷേത്രമുണ്ട് അവിടെ പോകാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓം വിഷ്ണുവേ നമ, ഓം നമോ ഭഗവതോ വാസുദേവായ, ഓം നമോ നാരായണായ, ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, വ്യാഴാഴ്ച തോറും നിങ്ങൾ ഭവനത്തിൽ 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുക. അതോടൊപ്പം തന്നെ നെയ്വിളക്ക് കത്തിക്കുക 5 തിരിയിട്ട്. രാവിലെ ആകാം, വൈകുന്നേരം ആകാം, അത് നിങ്ങളുടെ സമയം അനുസരിച്ച്. വീടൊക്കെ അടിച്ച് തുടച്ച് ശുദ്ധിയാക്കിയിട്ട് എല്ലാ മുറികളും എല്ലാം വൃത്തിയാക്കിയിട്ട് ഒന്ന് പുകയ്ക്കുക. അഷ്ടഗന്ധമോ കുന്തിരിക്കോ ഉപയോഗിച്ചൊന്ന് വീട് മുഴുവൻ പുകച്ചിട്ട് പുകയേൽപ്പിച്ചിട്ട് നമ്മൾ ഈ 5 തിരിയിട്ട് ഈ നെയ്ത്തിരി കത്തിക്കുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ്. ആ വിഷ്ണുവിന്റെ അനുഗ്രഹം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അത് വിഷ്ണുവിന്റെ അനുഗ്രഹം കിട്ടാനായിട്ടൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുവിന്റെ അനുഗ്രഹം കിട്ടുവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അതൊന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അപ്പൊ ആ സംശയം നിങ്ങൾക്ക് മാറിക്കിട്ടും. ഈ വ്യാഴദശയുടെ അനുഗ്രഹം കിട്ടാൻ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതോ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം വിഷ്ണുവേ നമ, ഓം ക്ലിം കൃഷ്ണായ നമ എന്ന് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അടുത്ത ദശ എന്ന് പറഞ്ഞാൽ ശനിദശയാണ്. അത് 19 വർഷമാണ്. ശനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ശനിയിൽ അനുഭവിക്കാത്ത ദുഃഖങ്ങൾ അനുഭവിക്കാത്തവരില്ല ഈ ലോകത്ത്. അത്രയ്ക്ക് ശനി നമ്മളെ പിടിക്കും. എന്നാൽ ശനി പിടിക്കുമെന്ന് പറഞ്ഞാൽ ശനി തന്നെയാണ് ചില മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയവും. ശനി തന്നെ നന്മകളും വരും. കാരണം നമ്മൾ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുക, ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുക, അല്ലെങ്കിൽ ശബരിമല ദർശനം നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് ഈ ശനിയുടെ കാഠിന്യം കുറയ്ക്കാം. ഈ ശനിദശയിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും കുടുംബത്തിൽ സ്വരച്ചേർച്ചയില്ലായ്മയായിരിക്കും. സഹോദരങ്ങൾ തമ്മിലാണ് ഒരു അസ്വാരസ്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരാണ് അതിനൊരു വാക്ക് തർക്കങ്ങളെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫാമിലി മെമ്പേഴ്സായിട്ടൊക്കെ ഒരു വാക്ക് തർക്കമൊക്കെ ശനിയിലുണ്ടാകാം. നമ്മൾ പറയുന്ന അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അങ്ങനെ മുൻകോപമേ, ഈർഷ്യ, ദേഷ്യം, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്.
അപ്പം ചിലപ്പം ജോലിയിലാണേലും ചിലപ്പോൾ ഒന്ന് ഒരു ഒരു ജോലിക്കൊരു തടസ്സം വരാനോ, അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കൊരു മുടക്കം വരാനോ, അല്ലെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ, ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനൊക്കെ ഈ സമയത്ത് ശനി നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ജോലിയിൽ നിന്നൊരു ലീവ് എടുത്തിരിക്കേണ്ടതായി വരും. ചിലപ്പോൾ മിക്കവാറും ജോലി മാറി വേറെ സ്ഥലത്ത് ജോലിക്ക് പോകേണ്ടതായി വരും. അല്ലെ ഉള്ള ജോലി ചിലപ്പം വിട്ടു നിൽക്കേണ്ടതായി വരും. അങ്ങനെ മനക്ലേശപരമായ കാര്യങ്ങൾ എന്തായാലും ശനിയുടെ അപഹാരം മൂലം ഉണ്ടാകും. കാര്യം ശനിയിൽ അങ്ങനെയാണ്, അറിയാമല്ലോ. ശനി ഭഗവാൻ ശിവന് വരെ ശനി ബാധിച്ച കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ശനി എന്തായാലും നമ്മളെ ബാധിക്കും എങ്ങനെയായാലും, എത്ര നമ്മളെ. പക്ഷെ നമ്മൾ ഒരു കാര്യം, ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുക, ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുക, ശബരിമല മാലയിട്ട് 41 ദിവസം മണ്ഡലവ്രതം എടുത്തു പോകുന്നതും വളരെ നല്ലതാണ്. എളുപ്പ വഴി ശനിയെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശബരിമല ദർശനം. കറുത്ത വസ്ത്രം അണിഞ്ഞ്, പിന്നെ നീലപ്പട്ട്, ഓം ശനീശ്വരായ നമ എന്ന് ജപിച്ചുകൊണ്ട് നിങ്ങൾ പരമശിവന്റെ ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ നിങ്ങൾ കൂവളത്തുമാല കൊടുക്കാം, ഭഗവാന് ധാര കൊടുക്കാം, അരയാലിന് 7 പ്രാവശ്യം നിങ്ങൾക്ക് പ്രദക്ഷിണം വയ്ക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് മംഗളകരമായ കാര്യങ്ങളാണ്. നീല ഡ്രസ്സ് ഇട്ടുകൊണ്ട്, കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ ശിവക്ഷേത്രത്തിൽ പോകാനും ശാസ്താവിൻ്റെ ക്ഷേത്ര ദർശനത്തിന് പോകാനും. എള്ളുകിഴി കത്തിക്കാം, എള്ളു പായസം, പാനകം, ഇതൊക്കെ നിവേദിക്കാം. ഈ സമയത്ത് എള്ളിട്ടിട്ട് എള്ള് പായസം ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഭഗവാന് നമ്മൾ നിവേദ്യമായിട്ട് വെക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ശനിയാഴ്ച തോറും നിങ്ങൾക്ക് നല്ലെണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. ശനിയാഴ്ച തോറും ഈ ശനിയുടെ അപഹാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. നല്ലെണ്ണ തേച്ച് കുളിക്കുക നമ്മൾ, ശിരസിലും ശരീരാസകലം. അപ്പം ശനിയുടെ അപഹാരം കുറച്ചെങ്കിലും നമുക്ക് കുറഞ്ഞു കിട്ടാനും വളരെ നല്ലതാണ്. അപ്പം ഈ ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ ശനിയിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. ഓം ശനീശ്വരായ നമ എന്നെന്നും കിടക്കുന്നതിന് മുൻപായിട്ട് ജപിക്കുന്നതും നിങ്ങൾക്ക് വളരെ ഉചിതമാണ്. നമ്മൾ ഒരു 11 പ്രാവശ്യം ചൊല്ലുക, അല്ലെ 101 പ്രാവശ്യം ചൊല്ലുക. സമയമുള്ളവരാണ് 101 പ്രാവശ്യം ജപിക്കുക, 108 ഉരുവും ജപിക്കാം, 101 ജപിക്കാം, അല്ലെ അങ്ങേറ്റം 11 ഉരുവെങ്കിലും ജപിക്കാം സമയക്കുറവുള്ളവർക്ക്. പിന്നെ എന്ത് കാര്യത്തിനും ഇറങ്ങിപ്പോകുമ്പോഴും ഓം ശനീശ്വര, ശനിയെ നമ്മൾ സ്നേഹിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മിക്കവരും ശനിദശ പറയൂ, ശനിദശ ഇങ്ങനെ പറയൂ. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. ഓം ശനീശ്വരായ നമ എന്ന് ശനിയെ സ്നേഹിച്ചുകൊണ്ട് വേണം സംസാരിക്കുവാൻ. അപ്പൊ ശനിയുടെ കാഠിന്യം കുറയും നമുക്ക്. അടുത്ത ദശാകാലം എന്ന് പറഞ്ഞാൽ ബുധദശയാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധികാരകനാണ്. പക്ഷെ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു മധ്യവയസ്സൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയമാണ്. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഈ ബുധദശയിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പം ആ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ, അല്ലെങ്കിൽ ഈ ശിരസ് സംബന്ധമായ രോഗം, മിക്കവാറും ശിരസ് സംബന്ധമായ രോഗങ്ങൾ, അല്ലെങ്കിൽ ഈ ത്രിദോഷ കോപിച്ചുള്ള രോഗങ്ങൾ, വാദസംബന്ധമായ രോഗങ്ങൾ, ഇതൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകാവുന്നതാണ് ഈ ബുധദശയിൽ. എന്നാൽ ആ സമയത്ത് നിങ്ങൾ ഈ കുടുക്ക വാങ്ങലുകൾ, അല്ലെങ്കിൽ ഈ വസ്തുവകകൾ ക്രയവിക്രയം ചെയ്യുന്നത്, പാരമ്പര്യ സ്വത്തും മക്കളിലേക്ക് നിങ്ങൾ എഴുതി കൊടുക്കുന്നതൊക്കെ ഈ സമയത്തായിരിക്കും നിങ്ങൾ മിക്കവാറും ചെയ്യാൻ സാധ്യത. കാരണം ബുദ്ധിപരമായ ഉള്ള നീക്കങ്ങളായിരിക്കും എല്ലാം. ബുദ്ധിപരമായി ആലോചിച്ചും കണ്ടുവരികയുള്ളൂ. കാരണം വാർദ്ധക്യ സഹജമാണെന്ന് പറഞ്ഞാലും ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ഈ സമയത്ത്, ഓർമ്മശക്തിയൊന്നും നഷ്ടപ്പെടാത്തവരാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് പ്രാപ്തി തന്നെ കാണും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും പാരമ്പര്യ സ്വത്ത് പങ്കുവയ്ക്കുവാനും പാരമ്പര്യ സ്വത്ത് പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാനും ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ് ബുധദശ. അപ്പം അവർക്ക് പോകാൻ അമ്പലത്തിൽ പോകാൻ സാധിച്ചില്ല, ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലെ ബന്ധുക്കളായാലും ബുധപ്രീതിക്കായിട്ടുള്ള കാര്യവും ബുധായ നമ എന്ന് ജപിക്കുക, അല്ലെങ്കിൽ ബുധപ്രീതിക്കായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജകളും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അടുത്ത ദശാകാലം എന്ന് പറയുന്നത് കേതുർദശയാണ്. കേതുവിന് ഹേതു വേണ്ടെന്ന്. കാരണം ഒരു കാരണം ഇല്ലാതെ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളും വാർദ്ധക്യമായ കാര്യങ്ങളായിരിക്കും സമയത്ത് സംഭവിക്കുന്നത്. കാരണം 120 വയസ്സ് വരെയാണ് നമ്മളിവിടെ ഗണിച്ച് സംസാരിക്കുന്നത്. ആയുസിന്റെ വലിപ്പവും ആയുസിന്റെ കണക്ക് പുസ്തകവും ഭഗവാനിൽ നിക്ഷിപ്തമാണ്. പക്ഷെ അത് നമ്മൾ ജ്യോതിഷപരമായി നോക്കുമ്പോൾ നമുക്ക് ആപൽഘട്ടങ്ങളും ആപത്തുകൾ വരുന്ന സമയങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക്. പക്ഷെ നമുക്ക് ഈ തരുണത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കത് അവിടെ വിവക്ഷിക്കാൻ പറ്റത്തില്ല. പറഞ്ഞാൽ ഈശ്വര കൽപ്പിതമാണ് ആയുസ് എന്ന് പറഞ്ഞാൽ. അതാണ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇവർക്ക് വാർദ്ധക്യപരമായ അസുഖങ്ങൾ, അല്ലെങ്കിൽ വാർദ്ധക്യപരമായ ഓരോ വിഷമതകളും ഒക്കെ ഉള്ളൊരു ആകുലതകളും വിഷമങ്ങളും ഒക്കെ ഉള്ള സമയമായിരിക്കും ഈ കേതുർദശ എന്ന് പറഞ്ഞാൽ. വല്ലാത്ത ഗ്രഹപ്പുഴ സമയമായിരിക്കും. വല്ലാത്ത ഒരു മനപ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയും
നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ് കേതുർദശ. അതാ പറഞ്ഞെ കേതുവിന് ഹേതു വേണ്ടെന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് ഓം കേതുവേ നമ എന്നിവരുടെ ബന്ധുമിത്രാദികളെ ജപിക്കുകയോ, ഇവർക്ക് നല്ല ഒരു ഈശ്വരനിലേക്ക് ലയിക്കാനുള്ള നല്ലൊരു അവസരം ഉണ്ടാകുകയോ, അങ്ങനെയൊക്കെയും ഈ തരുണത്തില് ഈ കേതുർദശയില് ഈശ്വരനിൽ ലയിക്കുന്ന ഒരു സമയമായിരിക്കും കേതുർദശ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആയുസ് ഭഗവാനല്ലേ നിർണ്ണയിക്കുന്നത്. ഒരു ജ്യോതിഷിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ പറയുന്നത് തെറ്റല്ലേ? തെറ്റല്ലെന്നല്ല, അത് പറയാൻ പാടില്ല. ആയുസ്സ് ഭഗവാനിൽ കൽപ്പിതമാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ബന്ധുമിത്രാദികള് എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഈശ്വരന്റെ അനുഗ്രഹം തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നു. അടുത്ത ദശാകാലം എന്ന് പറയുന്നത് ഇവർക്ക് അവസാനം വരുന്ന ദശാകാലമാണ് ശുക്രദശ. 20 വർഷമാണ് ശുക്രദശ. കാർത്തിക നക്ഷത്രക്കാർക്ക് 50 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെയാണ് ഇവർക്ക് നല്ല കാലം വരുന്നത് തന്നെ. ഇവർക്ക് വാർദ്ധക്യത്തോട് അടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു മധ്യവയസ്ക് കഴിയുമ്പോഴാണ് ഇവർക്ക് ഒരു നല്ല കാലം ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. എന്നാൽ ആദ്യകാലത്ത് ഏറിയും കുറഞ്ഞും ഇരിക്കും. മുഴുവൻ ചീത്തക്കാലമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഏറിയും കുറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു വേവ്സ് മാതിരി, കുറച്ച് സുഖം, കുറച്ച് ദുഃഖം, കുറച്ച് സുഖം, കുറച്ച് ദുഃഖം, അങ്ങനെ ദുഃഖം സുഖം ഇങ്ങനെ മാറിയും മറിഞ്ഞും വരും. സ്റ്റേബിളായിട്ടൊന്നും പോകത്തില്ല. എന്നാൽ ഒരുപാട് കഷ്ടതയും അസ്വാരസ്യങ്ങളും താപവും ചൂടും എല്ലാം ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം. ഒരുപാട് ഒറ്റപ്പെടലും വേദനകളും മനപ്രയാസങ്ങളും ഒക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടാകാം. പക്ഷെ ഒരു മധ്യവയസ്സോടു കൂടി തന്നെ കുറച്ച് തണുപ്പും കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥകളും കുറച്ച് മാനസിക സുഖങ്ങളൊക്കെ ഇവർക്ക് മിക്കവാറും വരുന്നത് ഒരു മധ്യവയസ്സ് കഴിയുന്നതോടുകൂടിയാണ്. സാമ്പത്തികപരമായിട്ട് ഉയർന്ന നിലയിൽ ജീവിക്കും. വസ്തുപരമായിട്ട് സാമ്പത്തികപരമായിട്ട് വാഹനാദികളൊക്കെ ആയിട്ട് സുഖപരമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവർക്ക്. അപ്പം ഈ ശനിദശയാണ് ലാസ്റ്റത്തെ, ഈ ശുക്രദശയാണ് അവസാനത്തെ ദശാകാലം. 20 വർഷമാണ് ശുക്രദശ. ഈ 120 വയസ്സ് വരെ ആയുസ്സിന്റെ കണക്കുപുസ്തകം ഞാൻ പറഞ്ഞല്ലോ ഭഗവാനിൽ കൽപ്പിതമാണെന്ന്. അപ്പം അതുകൊണ്ട് അതങ്ങനെ തന്നെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം ശുക്രദശ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഭഗവാനിൽ കൽപ്പിതമാണ്. പക്ഷെ ദശാകാലങ്ങൾ 120 വയസ്സ് വരെ പറയുന്നത് കൊണ്ട് എനിക്കതിവിടെ സംസാരിച്ചേ പറ്റൂ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പറയാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പൂജകളും പ്രാർത്ഥനകളും പരിഹാരക്രിയകളും ഒക്കെ എല്ലാവരും ചെയ്യുക. എല്ലാവിധ നന്മകളും സാക്ഷാൽ മുരുകസ്വാമിയുടെ അനുഗ്രഹമുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക. അതേപോലെ ഷഷ്ടി അനുഷ്ഠിക്കുക. സ്കന്ദഷഷ്ടിയൊക്കെ അനുഷ്ഠിച്ചാൽ വളരെ നിങ്ങൾക്ക് ശ്രേയസ്കരമാണ്. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് അനുയോജ്യമായ പൂജകൾ ചെയ്യുക. പളനിയിൽ നിന്ന് ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളുടെ ഗ്രഹത്തിന്റെ ദോഷങ്ങൾ മാറുവാനായിട്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും ആയുസ്സും സമ്പൽ സമൃദ്ധിയും സുഖങ്ങളും എല്ലാം ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം രോഹിണി നക്ഷത്രത്തെ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.